ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലാണ് നിൽക്കുന്നത്. ലീഗൽ എക്സ്പേർട്സിന്റെ ആദ്യത്തെ ക്ലാസ് ചരിത്രമുറങ്ങുന്ന ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 2020 ലോ എൻട്രൻസിന് നിങ്ങൾ നന്നായി തയ്യാറെടുത്തു. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. നിങ്ങളൊരു പക്ഷേ വലിയൊരു റാങ്ക് ഫെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും. ഒരു 2000 പേജുള്ള റാങ്ക് ഫെയിൽ ആയിരിക്കും. 1ാമത്തെ പേജ് മുതൽ 2000ാമത്തെ പേജ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കൃത്യമായി ജനറൽ നോളജ് പഠിച്ചിട്ടുണ്ടാകും. കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങൾക്ക് 2020 നല്ലൊരു ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. എന്തായിരിക്കും ഇതിനുള്ള കാരണം? അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് എക്സാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എക്സാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ മാത്രമേ ഈ പരീക്ഷ കൃത്യമായി പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. കാരണം എക്സാം എന്താണെന്നും എക്സാം പാറ്റേൺ എന്താണെന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 5 വർഷത്തെ മുൻ വർഷ ചോദ്യ പേപ്പറെങ്കിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായി സിലബസ് മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം സിലബസിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠനം ആരംഭിക്കാൻ. അല്ലാതെ എക്സാം എന്താണെന്ന് മനസ്സിലാക്കാതെ റാങ്ക് ഫെയിൽ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി, അനാലിസിസിന് വേണ്ടി ഒരു പ്രത്യേക ഒരു സെഷൻ തന്നെയാണ് ലീഗൽ എക്സ്പെർട്ട് നിങ്ങൾക്ക് നൽകുന്നത്. അതിന്റെ ആദ്യത്തെ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ലീഗൽ എക്സ്പേർട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്താലോ? ഞാൻ 2018 ചോദ്യപേപ്പർ തിരഞ്ഞെടുത്തതിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ സിലബസിലോട് 90% നീതി പുലർത്തിയ ഒരു ചോദ്യപേപ്പർ ആയിരുന്നു 2018 ചോദ്യപേപ്പർ. നല്ലൊരു പരീക്ഷയായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ഒരു പരീക്ഷയായിരുന്നു 2018 ചോദ്യപേപ്പർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PYQ എന്നുള്ളൊരു ടേം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആദ്യത്തെ ക്ലാസ്സിൽ അശ്വിൻ സൂചിപ്പിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ടേം നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ എക്സാമിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുകൂടാതെ തന്നെ അപ്പോൾ തന്നെ ഒരു എക്സാം സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 29/7/2018 ഈ പരീക്ഷ നടന്നത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് 379.7 മാർക്കായിരുന്നു. എല്ലാ വർഷവും ചോദിക്കുന്നത് പോലെ 65 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് 2018 ചോദിച്ചത്. 65 ചോദ്യങ്ങൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചു. 70 ചോദ്യങ്ങൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് നിന്ന് ചോദിച്ചു. നമ്മളിന്ന് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും ചോദിക്കുമോ? ഈ അനാലിസിസിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മൾ ഈ അനാലിസിസിലൂടെ ഓരോ ഭാഗത്തു നിന്നും എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് കൃത്യമായി പറഞ്ഞു പോകും. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ടോർട്ടിന് കൊടുക്കേണ്ട ആവശ്യമില്ല. CRPCക്ക് കൊടുക്കേണ്ട അതേ പ്രാധാന്യം CPCക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 2018 ചോദ്യപേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ക്രിമിനൽ ലോയ്ക്കും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഏകദേശം 29ഓളം ചോദ്യങ്ങൾ, 70 ചോദ്യത്തിൽ 29ഓളം ചോദ്യങ്ങൾ ക്രിമിനൽ ലോയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോ സബ്ജക്റ്റിനും എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഞാൻ കൃത്യമായി ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു, CRPCയിൽ നിന്നുള്ള എത്ര ചോദ്യങ്ങൾ വന്നു എന്നാണ് ആദ്യം വിശദീകരിക്കുന്നത്. അതിലൂടെ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പരീക്ഷയിലും നടക്കുന്നത് പോലെ 70 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഏകദേശം 19 ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് നിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. രണ്ടാമത് നിൽക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡാണ്. ഏകദേശം 17 ചോദ്യങ്ങൾ
ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് CRPC ആണ്. 12 ചോദ്യങ്ങൾ CRPCയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ലീഗൽ GKയിൽ നിന്ന് 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. CPCയിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എവിഡൻസ് ആക്ടിൽ നിന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലീഗൽ ടേമിൽ നിന്ന് 3 ചോദ്യങ്ങൾ, ജൂറിസ്പ്രുഡൻസിൽ നിന്ന് 1 ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ നിന്ന് 1 ചോദ്യം, വുമൺ ആൻഡ് ലോയിൽ നിന്ന് 1 ചോദ്യം. ഇങ്ങനെയാണ് ആ എക്സാമിന്റെ പാറ്റേൺ പോയിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ക്രിമിനൽ ലോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം 2018 ചോദ്യപേപ്പർ കൊടുത്തിട്ടുള്ളത്. CRPCയും IPCയും മാത്രം കൂട്ടിയാൽ ഏകദേശം 29ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതായിരുന്നു ആ എക്സാമിന്റെ സ്ട്രാറ്റജി. ഇനി നമുക്ക് ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ. 2018 ചോദ്യപേപ്പറിൽ 131 ചോദ്യം മുതലാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. 131 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം വായിക്കാം. 131. ഈസ് threatening to commit suicide an offense punishable under IPC? സൂയിസൈഡ് ചെയ്യും എന്നുള്ള ഭീഷണി ഒരു കുറ്റകരമായ ഒരു കുറ്റമാണോ എന്നാണ് 131 ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻ A യെസ്, ഓപ്ഷൻ B നോ, ഓപ്ഷൻ C യെസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്, ഓപ്ഷൻ D യെസ് if he or she is above 21 years of age. അങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ IPC പഠിക്കാത്ത ഒരു കുട്ടിക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. IPCയുടെ ഓരോ ഒഫൻസിന്റെ ഇൻഗ്രീഡിയൻസും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. അടുത്ത തവണ വേറൊരു ഒഫൻസിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഒരു പക്ഷേ മർഡറിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. IPC 309 സെക്ഷൻ 309 ഓഫ് IPC ആണ് സൂയിസൈഡിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റമാണ്. അതുകൂടാതെ തന്നെ സൂയിസൈഡിനുള്ള അസിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ അതും കുറ്റകരമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? സൂയിസൈഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കുറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ B നോ ആണ് ആൻസർ. സൂയിസൈഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമല്ല IPC പ്രകാരം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ B നോ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. IPC പഠിക്കാത്ത ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 132 CRPC നിന്നുള്ള ചോദ്യമാണ്. കൊഗ്നിസബിൾ ഒഫൻസ് ഈസ് ആൻ ഒഫൻസ് ഇൻ വിച്ച്. ഇത് ഉദ്ദേശിക്കുന്നത് കൊഗ്നിസബിൾ ഒഫൻസിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. B എ പോലീസ് ഓഫീസർ മേ നോട്ട് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. C ഓൺലി ഡിസ്ട്രിക്ട് കോർട്ട് ക്യാൻ ഇഷ്യൂ വാറന്റ്. D ഓൺലി ദ കോർട്ട് ക്യാൻ ഇഷ്യൂ സമ്മൺസ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് C ഓഫ് CRPC ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കൊഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ച് പറയുന്നത്. കൊഗ്നിസബിൾ ഒഫൻസ് എന്താ? ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നൽകുന്നതാണ് കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു ഒഫൻസ് ചെയ്യുകയാണ്, ആ ഒഫൻസ് അനുസരിച്ച് പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അത്തരം ഒഫൻസസുകളാണ് കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അപ്പൊ ഇതിന്റെ ശരിയായ ഉത്തരം ഏതാ? A ആണ് ശരിയായ ആൻസർ. ഇതും അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. ഒരു മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദ്യമാണ്. 132 ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 133. ഇതും CRPCയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം വായിക്കാം. ഇൻ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ classification of compoundable and non-compoundable offenses has been provided under. ഉദ്ദേശിക്കുന്നത് CRPCയുടെ ഏത് സെക്ഷനാണ് കോമ്പൗണ്ടബിൾ ഒഫൻസസിനെയും നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആ സെക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാതെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഓപ്ഷൻ വായിക്കാം.
ഓപ്ഷൻ എ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദ കോഡ്, ഓപ്ഷൻ ബി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ കോഡ്, ഓപ്ഷൻ സി സെക്ഷൻ 320, ഓപ്ഷൻ ഡി സെക്ഷൻ 321. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതിലെ ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി സെക്ഷൻ 320 ആണ്. സെക്ഷൻ 320 ഓഫ് CRPC ആണ് കോമ്പൗണ്ടബിൾ ഒഫൻസിനെയും നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഓപ്ഷൻ ഡി കൂടി നമുക്ക് നോക്കിപ്പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടിയാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 321 ഡീൽസ് വിത്ത് വിഡ്രോവൽ ഫ്രം പ്രോസിക്യൂഷൻ. കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. CRPCയിൽ ഇപ്പോൾ 484 സെക്ഷൻസ് ആണുള്ളത്, 2 ഷെഡ്യൂൾസ് ഉണ്ട് ആൻഡ് 56 ഫോംസ് ഉണ്ട്. സെക്ഷൻസ് ഡിവൈഡഡ് ഇൻടു 37 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം 134. സെക്ഷൻ 87 ഓഫ് CRPC ഓതറൈസസ് ദ കോർട്ട് ടു ഇഷ്യൂ വാറന്റ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു കോടതിക്ക് ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അതായത് 87 ഓഫ് CRPC വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻ ലീ ഓഫ് സമോൺസ്, ഓപ്ഷൻ ബി ഇൻ അഡീഷൻ ടു സമോൺസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. സെക്ഷൻ 87 ഓഫ് CRPC പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2 ടേമുകൾ ഇൻ ലീ ഓഫ് സമ്മോൺസും ഇൻ അഡീഷൻ ടു സമ്മോൺസും സെക്ഷൻ 87 ഓഫ് CRPCയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ശരിയായ ആൻസർ. ഇത് ഒരു ടഫ് ക്വസ്റ്റ്യൻ എന്നുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന ചോദ്യമാണ്. 87 ഓഫ് CRPC അറിയാതെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 135. FIR സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ പറയാം. എ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ബി ഫസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, സി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ഡി ഫസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. സെക്ഷൻ 154 ഓഫ് CRPC ആണ് FIR-നെ കുറിച്ച് നിർവചിക്കുന്നത്. FIR എന്താണ് പറയുന്നത്, ആരാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് സെക്ഷൻ 154 ഓഫ് CRPC ആണ്. ഇതിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് FIR-ന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അബ്രിവേഷൻ. ഈ ക്വസ്റ്റ്യൻ താരതമ്യേന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾക്കും ഒരുപക്ഷെ FIR-ന്റെ ഫുൾ ഫോം ആൻസർ ചെയ്യാൻ സാധിച്ചേക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്ഷൻ ഡാഷ് ഓഫ് CRPC ഓതറൈസസ് എ കോർട്ട് ടു ഓർഡർ മെയിൻ്റനൻസ് അലവൻസ്. CRPCയിലെ ഏത് സെക്ഷനാണ് മെയിൻ്റനൻസ് അലവൻസിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 150, ഓപ്ഷൻ ബി 125, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 152. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ ബി 125 ആണ്. സെക്ഷൻ 125 ഓഫ് CRPC ആണ് മെയിൻ്റനൻസ് അലവൻസിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. എന്താണ് മെയിൻ്റനൻസ് അലവൻസ്? അതായത് പ്രായമായിട്ടുള്ള ആളുകൾ, വൈഫ്, പിന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ്, മൈനർ ആയിട്ടുള്ള വ്യക്തികൾ, ഈ ആളുകൾക്കൊക്കെ കോടതി അതായത് ഒരു കൺക്ലൂഷൻ എത്തി അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ള കൺക്ലൂഷൻ കോടതി എത്തുകയാണെങ്കിൽ കോടതിക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാം. അവർക്കൊരു മെയിൻ്റനൻസ് അലവൻസ്, ഒരു മന്ത്ലി ബേസിൽ ഒരു മെയിൻ്റനൻസ് അലവൻസ് കൊടുക്കാം എന്നുള്ളൊരു ഉത്തരവ് കോടതിക്ക് പുറപ്പെടുവിപ്പിക്കാം. ഇത് ഏത് സെക്ഷനിലാണ് ഈ കാര്യം പറയുന്നത് എന്നാണ് 136ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. 125 ഓഫ് CRPC ആണ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം നമ്പർ 137.
എ പേഴ്സൺ ഹാസ് നോ റൈറ്റ് ഓഫ് അപ്പീൽ വെൻ. ഏത് സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക് അപ്പീലിനുള്ള അവകാശം ഇല്ലാത്തത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സെഷൻസ് കോർട്ട് പാസസ് എ സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് നോട്ട് എക്സീഡിംഗ് 3 months. ഓപ്ഷൻ ബി a sessions court passes an order for imposition of fine Rs 10,000 only. C a first class magistrate passes a sentence of fine of Rs 5,000 only. D none of the above. ഇങ്ങനെ 4 ഓപ്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്. എ സെഷൻസ് കോർട്ട് പാസസ് എ സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് നോട്ട് എക്സീഡിംഗ് 3 months. ഒരു സെഷൻസ് കോടതി ഒരു വിധി ഒരു ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ 3 മാസത്തിൽ താഴെയുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അപ്പീലിനുള്ള അവകാശം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത്, ചോദ്യത്തിന്റെ ഉത്തരം ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടഫ് ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 138. As per the provisions of section 436 CRPC, bail can be granted by. സെക്ഷൻ 436 CRPC പ്രകാരം ആർക്കൊക്കെ ജാമ്യം അനുവദിക്കാം എന്നുള്ളതാണ് ഈ ചോദ്യം അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ദ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ബി ദ പോലീസ് ഓഫീസർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സെക്ഷൻ 436 കൃത്യമായി പറയുന്നുണ്ട് ആർക്കൊക്കെ ബെയിൽ കൊടുക്കാമെന്നുള്ളത്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസസിനെ കുറിച്ചും സെക്ഷൻ 436 വ്യക്തമാക്കുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസർക്കും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൂടാതെ തന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസർക്കും ജാമ്യം അനുവദിക്കാം. അപ്പൊ ഇവിടെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് ശരിയായ ആൻസർ. ഒരു മജിസ്ട്രേറ്റിനും പോലീസ് ഓഫീസർക്കും ജാമ്യം അനുവദിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 139. ഹു ആക്ട്സ് ആസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇൻ അവർ സ്റ്റേറ്റ്? നമ്മുടെ രാജ്യത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയി ജോലി നോക്കുന്ന ആള് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് ജഡ്ജ്, ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കളക്ടർ, ഓപ്ഷൻ സി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ഡി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. സെക്ഷൻ 20 ഓഫ് CRPC ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളെ കുറിച്ച് പറയുന്നത്. അതിലൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളിൽ ഒരു വ്യക്തി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ തന്നെയാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയി ജോലി നോക്കുന്നത്. ശരിയായ ആൻസർ ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. നല്ലൊരു ചോദ്യമാണ്. ഇതൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 140. കൺഫെഷൻ മെയ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ അണ്ടർ സെക്ഷൻ 164 ഓഫ് CRPC ഈസ് നോൺ ആസ്. സെക്ഷൻ 164 ഓഫ് CRPC പ്രകാരം നടത്തുന്ന കൺഫെഷന് എന്ത് പേരാണ് അല്ലെങ്കിൽ എന്തെന്നാണ് അത് അറിയപ്പെടുന്നത്? ആ കൺഫെഷൻ ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ഈ ചോദ്യം അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ റിട്രാക്റ്റഡ് കൺഫെഷൻ, ഓപ്ഷൻ ബി ജുഡീഷ്യൽ കൺഫെഷൻ, ഓപ്ഷൻ സി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജുഡീഷ്യൽ കൺഫെഷൻ ആണ് ശരിയായ ഉത്തരം. 164 സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കൺഫെഷനെ കുറിച്ചാണ് 164 ഓഫ് CRPC വ്യക്തമാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായ റിട്രാക്റ്റഡ് കൺഫെഷനെ കുറിച്ചും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒരു വ്യക്തി ഒരു പോലീസ് ഓഫീസറിന് മുമ്പിൽ കൺഫെഷൻ നടത്തുന്നു. അതിനുശേഷം വിചാരണ നടക്കുമ്പോൾ, ട്രയൽ നടക്കുമ്പോൾ ആ കൺഫെഷന് എതിരായി അല്ലെങ്കിൽ ആ കൺഫെഷനെ റിജക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെയാണ് റിട്രാക്റ്റഡ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 141. ഇത് എവിഡൻസ് ആക്ടിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 141.
For presuming death under section 108 of Indian Evidence Act, the person is shown to be not heard for a period of dash. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യനൊക്കെ വളരെ വലുതാണ്, പക്ഷെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വ്യക്തി എത്ര നാളത്തേക്ക് കാണാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറെ വർഷങ്ങളായിട്ട് കാണാനില്ല, എവിടെയാണെന്ന് അറിയില്ല, അപ്പൊ എത്ര വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി മരിച്ചതായി കണക്കാക്കാമെന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അത് സെക്ഷൻ 108 ഓഫ് എവിഡൻസ് ആക്ട് ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. 108 ഓഫ് എവിഡൻസ് ആക്ട് പ്രകാരം ഒരു വ്യക്തിയെ എത്ര നാൾ കാണാതിരുന്നാൽ ആ വ്യക്തി മരിച്ചതായി കണക്കാക്കാം എന്നുള്ളതാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 20 years, ഓപ്ഷൻ ബി 13 years, ഓപ്ഷൻ സി 7 years, ഓപ്ഷൻ ഡി 12 years. ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ സി 7 years ആണ് ശരിയായ ഉത്തരം. സെക്ഷൻ 108 ഓഫ് എവിഡൻസ് ആക്ട് വ്യക്തമായി 7 years എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ എവിഡൻസ് ആക്ടിന്റെ ഓരോ സെക്ഷൻസും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 142. ഇതും എവിഡൻസ് ആക്ടിൽ നിന്നുള്ള ചോദ്യമാണ്. സെക്ഷൻ 112 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡീൽസ് വിത്ത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 112 സെക്ഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദ്യം അർത്ഥമാക്കുന്നത്. എ പ്രിസംഷൻ ഓഫ് ഡൗറി ഡെത്ത്, ബി പ്രിസംഷൻ ഓഫ് ലെജിറ്റിമസി ഓഫ് എ ചൈൽഡ്, സി പ്രിസംഷൻ ഓഫ് മാരേജ്, ഡി പ്രിസംഷൻ ഓഫ് ആബ്സെൻസ്. ഇങ്ങനെ 4 കാര്യമാണ്, 4 ഓപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രിസംഷൻ ഓഫ് ലെജിറ്റിമസി ഓഫ് എ ചൈൽഡ് എന്നതാണ് ശരിയായ ഉത്തരം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗലാണോ ഇല്ലീഗലാണോ ആ കുട്ടിയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 112 ഓഫ് എവിഡൻസ് ആക്ട് വ്യക്തമാക്കുന്നത്. നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, ഈ സെക്ഷൻ മനസ്സിലാക്കാതെ, ഈ ഭാഗം കൃത്യമായി വായിച്ചു പോകാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ എന്നുള്ള ഗണത്തിൽ പെടുത്താവുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 143. ആൻ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് വൺ. അക്യൂസ്ഡ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ ഹൂ ഈസ് സെന്റൻസ്ഡ് ടു ഡെത്ത്, ഓപ്ഷൻ ബി ഹൂ ഈസ് ചാർജ്ഡ് വിത്ത് ആൻ ഒഫൻസ്, ഓപ്ഷൻ സി ഹൂ ഈസ് അണ്ടർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. അക്യൂസ്ഡ് പേഴ്സന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി ഹൂ ഈസ് ചാർജ്ഡ് വിത്ത് ആൻ ഒഫൻസ് എന്നുള്ളതാണ് ഇതിലെ ശരിയായ ആൻസർ. ഒരു വ്യക്തി കുറ്റാരോപിതൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അക്യൂസ്ഡ് പേഴ്സൺ. ഒരു വ്യക്തി ഒരു ഒഫൻസിനെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് അക്യൂസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്, കുറ്റാരോപിതനായ വ്യക്തി. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്കൊരു ഈസി ലെവൽ ഗണത്തിൽ പെടുത്താവുന്ന ചോദ്യമാണ് 143ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 144. As per the provisions of section 315 of CRPC, an accused, അതായത് 350 അക്യൂസ്ഡിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം അർത്ഥമാക്കുന്നത്. CRPCയിൽ നിന്നുള്ള അടുത്ത ചോദ്യമാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ can be compelled to be a witness, ഓപ്ഷൻ ബി cannot be compelled to be a witness, ഓപ്ഷൻ സി can be called as witness only on his own request in writing, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ വിറ്റ്നസ് ആവാൻ വേണ്ടി കമ്പല് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ വിറ്റ്നസ് ആക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അർത്ഥമാക്കുന്നത്. അത് 315 ഓഫ് CRPC 315 ഓഫ് CRPC വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. can be called as witness only on his own request in writing. അതായത് അദ്ദേഹം ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ വിറ്റ്നസ് ആക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സെക്ഷൻ പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്താവുന്ന ചോദ്യമാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 145. The limitation period of an offense punishable for a term exceeding 3 years is എന്നുള്ളതാണ് ചോദ്യം.
അതായത് ഒരു ഒഫൻസ്, ആ ഒഫൻസ് 3 years കൂടുതലാണ് അതിന്റെ പണിഷ്മെന്റ്. ആ ഒഫൻസിനുള്ള ലിമിറ്റേഷൻ പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 12 years, ഓപ്ഷൻ ബി 20 years, ഓപ്ഷൻ സി 10 years, ഓപ്ഷൻ ഡി നോ ലിമിറ്റേഷൻ പീരീഡ് ഈസ് പ്രിസ്ക്രൈബ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇതിലെ ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. നോ ലിമിറ്റേഷൻ പീരീഡ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. പ്രത്യേകമായിട്ടുള്ള ലിമിറ്റേഷൻ പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ടഫ് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല, സാധാരണ കണ്ടുവരുന്ന ഒരു പാറ്റേണിലുള്ള ഒരു ചോദ്യമല്ല. ഇത് ടഫ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് എവിഡൻസ് ആക്ടിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 146. ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 8 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 8 വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സെക്ഷൻ 8 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കുകയില്ല. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മോട്ടീവ് ഈസ് റെലവൻറ്റ്, ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ ഈസ് റെലവൻറ്റ്, ഓപ്ഷൻ സി കണ്ടക്ട് ഈസ് റെലവൻറ്റ്, ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് എന്നുള്ള 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. സെക്ഷൻ 8 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 വേർഡ് മോട്ടീവ്, പ്രിപ്പറേഷൻ, കണ്ടക്ട് എന്നുള്ള 3 വേർഡ് നമുക്ക് ആ സെക്ഷനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ കൃത്യമായി മനസ്സിലാക്കാതെ അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് മനസ്സിലാക്കാതെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. മോട്ടീവും പ്രിപ്പറേഷനും കണ്ടക്റ്റും എന്നുള്ള ടേമുകൾ സെക്ഷൻ 8 പറയുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്രൈം നടക്കുമ്പോൾ ദേ ഷുഡ് ബി എ മോട്ടീവ്, ഒരു പ്രിപ്പറേഷൻ വേണം, അവിടെ ഒരു കണ്ടക്റ്റ് വേണം, നിങ്ങളാണ് ക്രൈം നടക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു ഇൻഗ്രീഡിയൻസ് ഓഫ് ക്രൈമും കൂടിയാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം 147. അതും എവിഡൻസ് ആക്ടിൽ നിന്നുള്ള ചോദ്യമാണ്. വായിക്കാം. ദ ടേം ഡോക്യുമെന്റ് മീൻസ്. ഡോക്യുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡോക്യുമെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഡോക്യുമെന്റ് പ്രൊവൈഡഡ് ബിഫോർ ദ കോർട്ട് ഫോർ ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഓപ്ഷൻ ബി സി എ മാപ്പ് ഓർ പ്ലാൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദം. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ഇന്റർപ്രിട്ടേഷൻ ക്ലോസിനെ കുറിച്ച് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻസ്, വിവിധ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 ആണ്. ഓക്കെ, അതൊരു അഡീഷണൽ വിവരമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദം ആണ് ശരിയായ ആൻസർ. നിങ്ങൾ ഡോക്യുമെന്റ് എന്നുള്ള എവിഡൻസ് ആക്ടിലെ ഡോക്യുമെന്റ് എന്നുള്ള ഡെഫിനേഷൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്ന ഡോക്യുമെന്റ്, എവിഡൻസ് ഡോക്യുമെന്റ് എന്നുള്ള ഡെഫിനേഷൻ ഉൾപ്പെടുന്നുണ്ട്. ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഡോക്യുമെന്റ് എന്നുള്ള ഡെഫിനേഷൻ ഉൾപ്പെടുന്നുണ്ട്. എ മാപ്പ് ഓർ പ്ലാൻ എന്നുള്ളത് ഒരു ഡോക്യുമെന്റ് ഡെഫിനേഷൻ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ശരിയായ ആൻസർ ഓൾ ഓഫ് ദം ആണ് ശരിയായ ആൻസർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം സിവിൽ പ്രൊസീജിയർ കോഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 148. അക്കോർഡിംഗ് ടു ദ സിവിൽ പ്രൊസീജിയർ കോഡ് പ്ലീഡിംഗ് മീൻസ്. പ്ലീഡിംഗ് എന്താണ് എന്നുള്ളതാണ് ഈ ചോദ്യം അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ പ്ലെയിന്റ്, ഓപ്ഷൻ ബി റിട്ടൺ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. ഓർഡർ 6 റൂൾ 1 ഓഫ് CPC ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പ്ലീഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓർഡർ 6 റൂൾ 1 നമ്മൾക്ക് അറിയണം, പ്ലീഡിങ്ങിനെ കുറിച്ച് അറിയണം, പ്ലീഡിങ്ങിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഓർഡർ 6 റൂൾ 1 നമുക്ക് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലീഡിങ്ങിൽ 2 ടേം ആണുള്ളത്, പ്ലെയിന്റും റിട്ടൺ സ്റ്റേറ്റ്മെന്റും എന്നാണ് 2 ടേം ആണുള്ളത്. എന്താണ് പ്ലെയിന്റ്? പ്ലെയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീവൻസസ് ഓഫ് എ പ്ലെയിന്റിഫ് ആണ് പ്ലെയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രീവൻസ് ഓഫ് ദ പ്ലെയിന്റിഫ് ആർ സ്പെൽഡ് ഔട്ട് എന്നാണ് എന്നത് ഉദ്ദേശിക്കുന്നത്, പ്ലെയിന്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടൺ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിപ്ലൈ ഓഫ് ദ ഡിഫൻഡന്റ്. ഡിഫൻഡന്റ് കൊടുക്കുന്ന റിപ്ലൈ ആണ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ
കൃത്യമായിട്ട് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 6 റൂൾ 1 കൃത്യമായി പറയുന്നുണ്ട് പ്ലേഡിങ്സിൽ പ്ലെയിന്റും റിട്ടേൺ സ്റ്റേറ്റ്മെന്റും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ശരിയായ ആൻസർ. ഇത് അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CPC വായിച്ചു മനസ്സിലാക്കാതെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 149. The person who affirms and signs the affirm is known as. ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. പേഴ്സൺ ഹു അഫേംസ് ആൻഡ് സൈൻസ് ദ അഫേം ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ പ്ലെയിൻറ്റിഫ്, ഓപ്ഷൻ ബി ഡിഫൻഡന്റ്, ഓപ്ഷൻ സി ഡിപ്പോണന്റ്, ഓപ്ഷൻ ഡി റെസ്പോണ്ടന്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡിപ്പോണന്റ് ആണ്. ഡിപ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോസിഷൻ ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ വൺ ഹു മേക്സ് ഡിപ്പോസിഷൻ, ഒരു ഡിപ്പോസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡിപ്പോണന്റ് എന്ന് പറയുന്നത്. ഡിപ്പോസിഷൻ ആണ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ അഫിഡവിറ്റിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയൊക്കെയാണ് ഡിപ്പോണന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിയായ ആൻസർ ഓപ്ഷൻ സി ഡിപ്പോണന്റ് ആണ് ഇതിലെ ശരിയായ ആൻസർ. ഓക്കെ, 149ാമത്തെ ക്വസ്റ്റ്യനിലൂടെ ഈ സെഷൻ ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അനാലിസിസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, നമ്മൾ ഏകദേശം 19ഓളം ചോദ്യങ്ങൾ ഇന്ന് അനാലിസിസ് ചെയ്തു. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. എത്ര ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് കൂടി നിങ്ങൾ അനാലിസിസ് ചെയ്യണം. അങ്ങനെ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. സിലബസുമായി കമ്പയർ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ.